ഒരൊറ്റ കാര്യം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പാലക്കാട് ജില്ലാ തെരഞ്ഞെടുപ്പ് പരിശീലന വിഭാഗം ഒരുക്കുന്ന പരിശീലനത്തിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരു കാര്യം ഒരൊറ്റ കാര്യത്തിന്റെ 5-ാം അധ്യായം ചർച്ച ചെയ്യുന്നത് ഫോം 17C അഥവാ രേഖപ്പെടുത്ത വോട്ടുകളുടെ അക്കൗണ്ട് അഥവാ അക്കൗണ്ട് ഓഫ് വോട്ട്സ് റെക്കോർഡഡ് എന്ന് പറയുന്ന ഫോറത്തെ കുറിച്ചാണ്. തിരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ അതിന്റെ പ്രസക്തി എന്ത്, അത് എങ്ങനെയാണ് പോളിംഗ് ഉദ്യോഗസ്ഥർ പൂരിപ്പിച്ച് തിരികെ സമർപ്പിക്കേണ്ടത് എന്നിവ സംബന്ധിച്ച് നമുക്ക് നോക്കാം. പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന കിറ്റിൽ വെള്ള നിറത്തിലുള്ള സ്റ്റാറ്റ്യൂട്ടറി ബുക്ക്ലെറ്റ് 2-ലാണ് ഫോം 17C ഉള്ളത്. വോട്ടെണ്ണൽ സമയത്ത് കൗണ്ടിംഗ് ഹാളിൽ വോട്ടുകളുടെ കണക്ക് രേഖപ്പെടുത്തുവാൻ ഇതിന്റെ മറുപുറം ഉപയോഗിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഏറെ പ്രാധാന്യമുള്ളതാണ് ഈ ഫോം. ഫോം 17Cക്ക് 3 ഭാഗങ്ങളുണ്ട്. ഭാഗം 1 രേഖപ്പെടുത്തപ്പെട്ട വോട്ടുകളുടെ കണക്ക്, ഭാഗം 2 വോട്ടെണ്ണൽ ഫലം, ഭാഗം 2 അനുബന്ധം പേപ്പർ സ്ലിപ്പ് വോട്ടെണ്ണൽ ഫലം. പാർട്ട് 1 അക്കൗണ്ട് ഓഫ് വോട്ട്സ് റെക്കോർഡഡ്, പാർട്ട് 2 റിസൾട്ട് ഓഫ് കൗണ്ടിംഗ്, annexure to part 2 റിസൾട്ട് ഓഫ് പ്രിന്റഡ് പേപ്പർ കൗണ്ട്. ഇതിൽ ഭാഗം 1 മാത്രമേ പ്രിസൈഡിംഗ് ഓഫീസർമാർ പൂരിപ്പിക്കേണ്ടതുള്ളൂ. അക്കൗണ്ട് ഓഫ് വോട്ട്സ് റെക്കോർഡഡ് എന്ന ഭാഗം മാത്രമേ പ്രിസൈഡിംഗ് ഓഫീസർമാർ പൂരിപ്പിക്കേണ്ടതുള്ളൂ. ഫോം 17C പൂരിപ്പിക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ 3 ചോദ്യങ്ങളുടെ ഭാഗമാണ് ഇപ്പോൾ സ്ക്രീനിലുള്ളത്. ആദ്യ ഭാഗങ്ങളിൽ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചും പോളിംഗ് സ്റ്റേഷനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തുന്നു. അതിനുശേഷം കൺട്രോൾ യൂണിറ്റിന്റെയും ബാലറ്റ് യൂണിറ്റിന്റെയും വിവിപാറ്റിന്റെയും സീരിയൽ നമ്പറുകൾ രേഖപ്പെടുത്തുന്നു. ഒന്നാമത്തെ ചോദ്യം എത്ര വോട്ടർമാരെയാണ് പോളിംഗ് സ്റ്റേഷനിൽ അസൈൻ ചെയ്തിട്ടുള്ളത് എന്നാണ്. ഇത് മാർക്ക്ഡ് കോപ്പിയിലെ ആകെ വോട്ടുകളുടെ എണ്ണമാണ് രേഖപ്പെടുത്തേണ്ടത്. അടുത്ത ചോദ്യം 17A രജിസ്റ്ററിൽ എത്ര വോട്ടുകൾ എൻ്റർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇത് 17A രജിസ്റ്ററിലെ അവസാനത്തെ ക്രമ നമ്പറാണ് എഴുതേണ്ടത്. അവസാനത്തെ അല്ലെങ്കിൽ ഈ ഭാഗത്തെ 3-ാമത്തെ ചോദ്യം റിഫ്യൂസ് ടു വോട്ട് എന്ന ഫോം 17A രജിസ്റ്റർ രേഖപ്പെടുത്തിയവരുടെ ആകെ എണ്ണമാണ്. ഫോം 17Cയിലെ 4 മുതൽ 7 വരെയുള്ള ചോദ്യങ്ങൾ ഇങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. 4-ാമത്തെ ചോദ്യം വോട്ടിംഗിന്റെ സ്വകാര്യത വയലേറ്റ് ചെയ്തതിന് എത്ര പേർക്ക് വോട്ട് ചെയ്യാൻ പ്രിസൈഡിംഗ് ഓഫീസർ അനുവാദം നൽകിയില്ലെന്നാണ്. ആ സംഖ്യ അതിന് നേരെ എഴുതുക. 5-ാമത്തെ ചോദ്യം ടെസ്റ്റ് വോട്ടിനെ സംബന്ധിച്ചാണ്. റൂൾ 49MA പ്രകാരം എത്ര ടെസ്റ്റ് വോട്ടുകൾ ചെയ്തു എന്നുള്ളത് രേഖപ്പെടുത്തി ആ സീരിയൽ നമ്പറുകളെല്ലാം തന്നെ കോമ ഇട്ട് എഴുതേണ്ടതുണ്ട്. അതിന്റെ ബി പാർട്ടിൽ എഴുതേണ്ടത് ഓരോ സ്ഥാനാർത്ഥിക്കും ലഭിച്ച ടെസ്റ്റ് വോട്ടുകളുടെ എണ്ണമാണ്. സ്ഥാനാർത്ഥിയുടെ സീരിയൽ നമ്പറും സ്ഥാനാർത്ഥിയുടെ പേരും ആകെ ലഭിച്ച വോട്ടുകളും രേഖപ്പെടുത്തണം. 6-ാമത്തെ ചോദ്യം ആകെ മെഷീനിൽ രേഖപ്പെടുത്തിയ വോട്ടുകളാണ്. പോളിംഗിന് ശേഷം ക്ലോസ് ബട്ടൺ അല്ലെങ്കിൽ ടോട്ടൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ കാണുന്ന സംഖ്യയാണ് ഇതിൽ എഴുതേണ്ടത്. 7-ാമത്തെ ചോദ്യം ഇത് ടാലി ആകുന്നുണ്ടോ എന്നുള്ളത് സംബന്ധിച്ചാണ്. സാധാരണഗതിയിൽ ഇത് ടാലി ആകേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ടാലിയുടെ ആകുന്നതിന് പ്രത്യേകം പോളിംഗ് ഓഫീസർമാർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഫോം 17C രേഖപ്പെടുത്തപ്പെട്ട വോട്ടുകളുടെ കണക്ക് ടാലി ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. കോളം 6 ഈക്വൽസ് കോളം 2 മൈനസ് കോളം 3 പ്ലസ് 4 ആണ്. കോളം 6 ഈക്വൽസ് കോളം 2 മൈനസ് കോളം 3 പ്ലസ് 4 ആണ്. അതായത് മെഷീനിലെ ആകെ വോട്ടുകളുടെ എണ്ണം സമം 17A രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയ വോട്ടുകളുടെ എണ്ണത്തിൽ നിന്ന് റിഫ്യൂസ്ഡ് വോട്ടും വയലേറ്റഡ് വോട്ടിംഗ് പ്രൊസീജിയർ പ്രകാരമുള്ള വോട്ടുകളും കുറച്ചതിന്റെ സംഖ്യ ആയിരിക്കും. കോളം 5-ൽ പറയുന്ന ടെസ്റ്റ് വോട്ടിന്റെ കണക്ക് ഇതിൽ നിന്ന് കുറയ്ക്കേണ്ടതില്ല. കോളം 5-ലെ ടെസ്റ്റ് വോട്ടുകൾ എല്ലാം തന്നെ മെഷീനിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. എന്നാൽ 3-ലെയും 4-ലെയും കണക്കുകൾ മെഷീനിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ 6 ഈക്വൽസ് 2 മൈനസ്
3+4 എന്ന ഫോർമുല നമ്മൾ ടാലി ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. 8, 9 ചോദ്യങ്ങൾ ടെൻഡേർഡ് ബാലറ്റുകളെ കുറിച്ചുള്ളതാണ്. ആകെ വോട്ടർമാർക്ക് നൽകിയ ടെൻഡേർഡ് ബാലറ്റുകളുടെ എണ്ണമാണ് 8ാമത്തെ ചോദ്യം. 9ാമത്തെ ചോദ്യം ടെൻഡേർഡ് ബാലറ്റുകൾ നൽകിയതും ആകെ ലഭിച്ചതും ബാക്കിയുള്ളതുമുള്ളതിന്റെ കണക്കുകളെ സംബന്ധിച്ചാണ്. അതിലെ എണ്ണവും സീരിയൽ നമ്പറുമാണ് രേഖപ്പെടുത്തേണ്ടത്. സീരിയൽ നമ്പർ രേഖപ്പെടുത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നോട്ട് യൂസ് അല്ലെങ്കിൽ ഉപയോഗിക്കാത്തത് എന്ന വിഭാഗത്തിൽ പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പുവെച്ചതും അല്ലാത്തതും ആയ ഉപയോഗിക്കപ്പെടാത്ത എല്ലാ ബാലറ്റ് പേപ്പറുകളും പെടും. അതിൽ ഡാമേജ് ആയ ബാലറ്റ് പേപ്പറുകളുടെ എണ്ണവും ഉപയോഗിക്കാത്തവയുടെ കൂട്ടത്തിലാണ് ഉൾപ്പെടുത്തേണ്ടത്. 10ാമത്തെ ചോദ്യം ഗ്രീൻ പേപ്പർ സീലിനെ കുറിച്ചാണ്. ആകെ ലഭിച്ച ഗ്രീൻ പേപ്പർ സീലുകൾ എത്ര, അതിൽ ഉപയോഗിച്ചത് എത്ര, ഉപയോഗിക്കാത്തത് എത്ര എണ്ണം, ഡാമേജ് ആയത് എത്ര എണ്ണം എന്നിവ എണ്ണവും സീരിയൽ നമ്പറും ഇവിടെ രേഖപ്പെടുത്തേണ്ടതാണ്. തുടർന്ന് പോളിംഗ് സ്റ്റേഷന്റെ നമ്പറും പോളിംഗ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്ന സ്ഥലവും തീയതിയും രേഖപ്പെടുത്തി പോളിംഗ് ഏജന്റുമാരുടെ ഒപ്പ് പ്രിസൈഡിംഗ് ഓഫീസർ വാങ്ങിക്കേണ്ടതാണ്. പ്രിസൈഡിംഗ് ഓഫീസർ അതിനുശേഷം താഴെ തന്റെ ഒപ്പുകൂടി രേഖപ്പെടുത്തി 17A രജിസ്റ്ററിലെ ആദ്യ ഭാഗം പൂരിപ്പിക്കുന്നത് അവസാനിപ്പിക്കാവുന്നതാണ്. ഫോം 17C ആദ്യ ഭാഗം മാത്രമാണ് പ്രിസൈഡിംഗ് ഓഫീസർ പൂരിപ്പിക്കേണ്ടത്. എന്നാൽ തിരികെ നൽകുമ്പോൾ അതിന്റെ എല്ലാ ഭാഗങ്ങളും കവറിനകത്ത് ഉണ്ടായിരിക്കണം എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഫോം 17C പോളിംഗ് ഏജന്റുമാർക്ക് പകർക്കുന്ന നൽകിയിരിക്കണം. അതോടൊപ്പം തന്നെ അവരുടെ ഒപ്പ് 17Cയിൽ ഉണ്ടായിരിക്കണം. ഇത് 1/2 എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള ചെറിയ കവറിലാണ് സൂക്ഷിക്കേണ്ടത്. ഇത് സീൽ ചെയ്ത് സൂക്ഷിക്കേണ്ടതാണ്. 1/2 എന്ന മാർക്ക് ചെയ്തിട്ടുള്ള ചെറിയ കവർ സീൽ ചെയ്ത് വേണം പോളിംഗ് സ്റ്റേഷനിൽ നിന്ന് വരാൻ. ഈ സീൽ ചെയ്ത ചെറിയ കവർ 1/1 എന്ന മാർക്ക് ചെയ്ത EVM പേപ്പേഴ്സ് എന്ന് രേഖപ്പെടുത്തിയ വലിയ വെള്ള കവറിൽ കളക്ഷൻ കേന്ദ്രത്തിൽ തിരിച്ചേൽപ്പിക്കണം. 1/1 എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള EVM പേപ്പേഴ്സ് എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള വലിയ വെള്ള കവറിലാണ് ഈ ഫോം 17C ചെറിയ കവർ സൂക്ഷിക്കേണ്ടത്. ഈ വലിയ കവർ സീൽ ചെയ്യേണ്ടതാണോ എന്ന് സംശയം നിലനിൽക്കുന്നു. EVM പേപ്പേഴ്സ് കവറിനകത്തുള്ള 3 കവറുകൾ ഉണ്ടോ എന്നുള്ള പരിശോധന കളക്ഷൻ സെന്ററിൽ നടക്കും. അതുകൊണ്ട് ഈ EVM പേപ്പേഴ്സ് എന്ന് രേഖപ്പെടുത്തിയ വലിയ കവർ പോളിംഗ് സ്റ്റേഷനിൽ വെച്ച് സീൽ ചെയ്ത് വരേണ്ടതില്ല. ഇവ കളക്ഷൻ സെന്ററിൽ എത്തി കൗണ്ടറിൽ പരിശോധിച്ചതിനു ശേഷം സീൽ ചെയ്ത് നൽകിയാൽ മതിയായിരിക്കും. ഫോം 17C ഒരു കോപ്പി സ്ക്രൂട്ടിനി സമയത്ത് പലപ്പോഴും ആവശ്യമായി വരും. അതിനാൽ ഒരു അധിക കോപ്പി റിട്ടേണിംഗ് ഓഫീസർക്ക് നൽകേണ്ടതുണ്ട് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫോം 17C അഥവാ രേഖപ്പെടുത്തപ്പെട്ട വോട്ടുകളുടെ കണക്ക് അഥവാ അക്കൗണ്ട് ഓഫ് വോട്ട്സ് റെക്കോർഡഡ് എങ്ങനെ പൂരിപ്പിക്കണമെന്നും എങ്ങനെ കളക്ഷൻ കേന്ദ്രത്തിൽ തിരികെ ഏൽപ്പിക്കണമെന്നും മനസ്സിലാക്കിയിരിക്കുമല്ലോ. ഈ വീഡിയോയുടെ ക്രോഡീകരണവും ഡിസൈനും നിർവഹിച്ചത് മധു പി, സംസ്ഥാനതല മാസ്റ്റർ ട്രെയിനർ ആൻഡ് സ്പെഷ്യൽ തഹസിൽദാർ LA KBIC പാലക്കാട്. മൊബൈൽ നമ്പർ 94 470 42 602 94 470 42 602. ഏവർക്കും നന്ദി. അടുത്ത അധ്യായത്തിനായി കാത്തിരിക്കാം.